എന്ത് രണ്ടുപേരും കൂടെ? ചേട്ടാ ഓ ചേട്ടന്റെ പൈസയുടെ ആവശ്യം കഴിഞ്ഞായിരുന്ന? പൈസയുടെ ആവശ്യം അങ്ങനെ കഴിയില്ലല്ലോ. അപ്പൊ എത്ര രൂപ ചേട്ടാ ചോദിച്ചത്? 2000 രൂപ. 2000 രൂപ കിട്ടിയ സംഭവം നടക്കും അല്ലേ? ആരുടെ സംഭവം? അല്ല ചേട്ടന്റെ. എന്റെ സംഭവം 2000 രൂപ കിട്ടിയാൽ നടക്കും. എന്നാ ഞാൻ ചേട്ടന് 3000 രൂപ തരാം. എന്തിനാണ് തരണത്? ചേട്ടന്റെ ആവശ്യത്തിന്. നീ പറഞ്ഞ എന്റെ പൈസ ഒന്നും ഇല്ലെന്നാണല്ലോ. ഓ എന്റെ പൈസ ഇല്ല പിന്നെ? അതാണ് ചേട്ടാ, ഞാൻ ഈ ലോണിന് കൊടുത്തേക്കല്ലേ, അപ്പൊ എനിക്ക് പൈസ കിട്ടുമല്ലോ. ആ പൈസ ഞാൻ ചേട്ടന് തരാം. ഓ അത് കൊള്ളാം, നല്ല ഐഡിയ. ഈ പൈസ എപ്പ കിട്ടും? പൈസ ഇത് ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിറ്റേന്ന് കിട്ടും. എനിക്കെപ്പ തരും? എന്റെ കയ്യിൽ പൈസ കിട്ടിയാ അപ്പൊ തന്നെ തരും. അപ്പൊ തന്നെ തരും. അങ്ങനെയാണെങ്കിൽ എടുത്തോണ്ടോ, ഞാൻ ഒപ്പിട്ട് തരാം. എടുത്തോണ്ടാ? ഓ കയ്യിലുണ്ടായിരുന്നു. ഇതാ പേന. എവിടെയൊക്കെയാണ് ഒപ്പിടേണ്ട? എല്ലാത്തിലും. എന്റെ റോളം തോന്നുന്നു ഇതില്. മതി. ഇതൊക്കെ ഒപ്പിട്ട് തന്നിട്ട് ലാസ്റ്റ് പറ്റിക്കോ? പിങ്കിയാണ് സത്യം, ഞാൻ തന്നിരിക്കും. തന്നാ മതി. തരും. എന്തോന്ന്? അത് ഞാൻ അവള് ചോദിച്ചോളാം, നീ എനിക്ക് പഠി. തന്നെ വിളിച്ചിട്ട് കിട്ടാനില്ലല്ലോ ഇവര്. എന്താണ് സംഭവം? ദൈവമേ, ഒരു കാര്യമെങ്കിലും ജീവിതത്തിൽ ടെൻഷൻ അടിക്കാതെ നടക്കൂ. അപ്പച്ചി ഇവിടെ വന്നിരിക്കുന്ന ഞാൻ എവിടേക്ക് തപ്പിന്നറിയൂ? പോടി അവിടെ. എന്തൊരു ടെൻഷൻ? ഇടി, ആ ബാങ്കിന്റെ ആൾക്കാരെ വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ലടി. ലോൺ പാസ്സായെന്നാണ് പറഞ്ഞത്. ഇപ്പഴും എന്തുവാണ് സംഭവം എന്ന് അറിയാൻ വിളിച്ചിട്ട് എടുക്കണേ ഇല്ല. ഒന്നുകൂടെ വിളിച്ചു നോക്ക്. ഹലോ ഹലോ സാർ, ഞാൻ മറ്റേ ലോൺ അപ്ലൈ ചെയ്തതിന്റെ ആ കാര്യം അറിയാൻ വേണ്ടി വിളിച്ചതാണ്. അല്ല, ചെക്ക് കൊടുത്തു വിടുന്നു പറഞ്ഞിരുന്നല്ലോ, അത് ഇതുവരെ കിട്ടിയില്ല. ആരും ഒന്ന് വാങ്ങിയെന്ന്? എന്റെ ഹസ്ബൻഡോ? 2 മണിക്കൂറായെന്നോ? അല്ല ഇല്ല, വന്നില്ല, പുള്ളി വന്നില്ല. ശരി സാർ, ശരി. കൊള്ളാം, ചെക്ക് രാമേട്ടൻ വാങ്ങിച്ചോണ്ട് പോയെന്ന്. 2 മണിക്കൂറായെന്ന്. എവിടെ പോയി കേട? ചേട്ടാ ചെക്ക് താ ചേട്ടാ. ഞാൻ വിളിച്ചിരുന്നു ബാങ്കിൽ. അങ്ങനെ ശരിയാവും. എന്ത്? നമ്മൾ തമ്മിൽ ചെറിയൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നല്ലോ. സെറ്റപ്പ്? സത്യം നിങ്ങൾ ചെയ്തിരുന്നല്ലോ. എന്ത് സത്യം? അതായത് ഞാൻ ഈ ചെക്ക് തരുമ്പോൾ നിങ്ങൾ എനിക്ക് കുറച്ച് ക്യാഷ് തരുമെന്നും ആ ക്യാഷ് 3000 ആണെന്നും നോക്കാം. അപ്പൊ ഈ ചെക്കിലുള്ള പൈസ എടുത്താലേ ചേട്ടാ എനിക്ക് ആ 3000 രൂപ തരാൻ പറ്റുള്ളൂ. കാര്യമൊക്കെ ശരിയാണ്, പക്ഷെ ഇത് പറയണത് നീയൊക്കെ രണ്ടും ആയതുകൊണ്ട് എനിക്ക് തീരെ വിശ്വാസം പറയാം. അത് ഇവളുടെ മോഹം കണ്ടോണ്ടാണ് ചേട്ടാ. എന്റെ മുഖത്തോട്ട് നോക്ക്. അത് കറക്റ്റാണ്, ഇവളുടെ മോഹം കണ്ടോണ്ടാണ് ഈ പ്രശ്നമായത്. നീ ഒറ്റയ്ക്കാണെങ്കിൽ ചിലപ്പോ ഞാൻ തന്നേനെ, പക്ഷെ നിങ്ങൾ രണ്ടുപേരും കൂടെ ഉള്ള കൂട്ടുകളി ആയതുകൊണ്ട് എനിക്ക് അത്ര വിശ്വാസം പോരാ. ചെക്ക് താ ചേട്ടാ, ഞാൻ പൈസ. അല്ല, ചെക്ക് ഞാൻ തരാം. ചെക്ക് ഒരു പ്രശ്നമില്ല, ഞാൻ തരും. പക്ഷെ എന്ന് 3000 രൂപ തരുന്നു അന്നേ ഈ ചെക്ക് തരുന്നുള്ളൂ. നിങ്ങളിപ്പോ ഓഫർ ചെയ്ത പൈസയിലേ ഞാൻ ചോദിക്കണോ? നിങ്ങളെ വിഷമം കണ്ട ഞാൻ ഇല്ലാത്ത എന്തൊരു കള്ളക്കഥ കൊണ്ടുവന്ന പോലെയാണല്ലോ. അല്ല, പ്രശ്നമുണ്ടോ? ഉണ്ടാക്കിയപ്പോ പറയണം. 3 മാസമാണ് ഈ ചെക്കിന്റെ വാലിഡിറ്റി. അത് കഴിയുമ്പോ ഇത് പോകും. പിന്നെ വീണ്ടും അപ്ലൈ ചെയ്യണം ലോണ്. പോരാത്തിന് ഞാൻ വീണ്ടും ഒപ്പിടണം. അപ്പം പിന്നെ റേറ്റ് മാറും. ആലോചിച്ചൊക്കെ ഒരു തീരുമാനം എടുത്തു. നിന്റെ ഐഡിയ ഞാൻ കേൾക്കാനേ പാടില്ലായിരുന്നു. വിഷമിക്കല്ലേ, എന്റെ ഒരു ഐഡിയ കൂടെ ഉണ്ട്. അല്ല, കേള്. അതെ, നിങ്ങൾ ആ 3000 രൂപ എവിടെയെങ്കിലും ഒപ്പിച്ചു കൂടെ, ഇല്ലെങ്കിൽ ചെക്ക് കിട്ടൂല.